കേന്ദ്ര രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം നോക്കിയാൽ കോൺഗ്രസിന് ഒരു വിലയുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ പറയില്ലേ, അതേ അവസ്ഥയിലാണ് ആ പാർട്ടി ഇപ്പോൾ ഉള്ളത്. ഒരു സുപ്രഭാതത്തിൽ രാഹുൽ ഗാന്ധിയെ പോലും അമ്പരപ്പിച്ചുകൊണ്ടായിരുന്നു 10-14 MLA ഒറ്റയടിക്ക് കോൺഗ്രസ് വിട്ടിറങ്ങിയത്. എന്നിട്ട് പോയതോ BJP-യിലേക്ക്. പിന്നെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ പിടിപ്പുകേടെന്ന് ഒറ്റയടിക്ക് പറഞ്ഞ് ഒഴിയാനും കഴിയത്തില്ല. ഇതിലും അവരുടെ വ്യക്തമായ രാഷ്ട്രീയ അജണ്ട ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും കോളടിച്ചിരിക്കുന്ന ഇടതുപക്ഷത്തിന് തന്നെയാണ്. ബീഹാറിൽ നടമാടിയ സംഭവ വികാസങ്ങൾ ചില്ലറയൊന്നുമല്ലല്ലോ. അതുകൊണ്ടെല്ലാം ഗുണം ഇടതുപക്ഷത്തിന് തന്നെയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഭൂരിപക്ഷം സീറ്റുകളിലും വിജയിച്ച ഇടതു പാർട്ടികളെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുന്ന ഒരു സ്ഥാനാർത്ഥി നിർണയത്തിനാണ് RJDയും തയ്യാറെടുത്തിരിക്കുന്നത്. കോൺഗ്രസിന് സംസ്ഥാനത്തുള്ള 19 MLA-മാരിൽ 14 പേരും BJP പാളയത്തിൽ എത്തിയ പശ്ചാത്തലത്തിൽ ലോക്സഭാ സീറ്റു നിർണയത്തിൽ കോൺഗ്രസിന് വലിയ പരിഗണന നൽകേണ്ടതില്ലെന്ന നിലപാടിലാണ് RJD ഉള്ളത്. ഇടതു പാർട്ടികൾ സഖ്യത്തിന്റെ ഭാഗമായതിനാൽ RJD സഖ്യത്തിന് വേഗതയേറുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ബെഗുസ്വരൈ, പാട്ലിപുത്ര, മധുബനി എന്നിങ്ങനെ ഒരു ഡസനോളം ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന് അതിശക്തമായ വേരോട്ടമാണുള്ളത്. ഇതിനു പുറമെ മറ്റു മിക്ക മണ്ഡലങ്ങളിലും ശക്തമായ സാന്നിധ്യവും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുണ്ട്. ഇടതുപക്ഷം എക്കാലവും ജനങ്ങളുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളുന്നവരും സമരങ്ങൾ നയിക്കുന്നവരുമാണെന്നാണ് തേജസ്വി യാദവിന്റെ രാഷ്ട്രീയ ഉപദേശകനായ മനോജ് പറയുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതു പാർട്ടികളെ കാര്യമായി പരിഗണിക്കണമെന്ന് ഉയർത്തുന്നതും ഇദ്ദേഹം തന്നെയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ JDU-വിന്റെയും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെയും അവസരവാദ രാഷ്ട്രീയത്തെ തുറന്നുകാട്ടി പ്രചാരണം നടത്താനാണ് RJDയും ഇടതു പാർട്ടികളും തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ഈ സഖ്യത്തിന്റെ ഭാഗമാണെങ്കിലും പ്രചരണ പ്രവർത്തനങ്ങൾ ഡിസൈൻ ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുക ഇടതു പാർട്ടികളാണ്. CPIML, CPM, CPI എന്നീ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉൾപ്പെട്ടതാണ് ഇടതുപക്ഷ സഖ്യം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച 27 സീറ്റുകളിൽ 19 സീറ്റുകളിലും ചെങ്കൊടിയാണ് പാറിയിരിക്കുന്നത്. 70 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് 19 സീറ്റുകൾ കൊണ്ട് തൃപ്തി നേടേണ്ടി വന്നപ്പോഴാണ് RJDയെ പോലും ഞെട്ടിച്ച പ്രകടനം ഇടതു പാർട്ടികൾ കാഴ്ചവെച്ചിരിക്കുന്നത്. ബീഹാറിന്റെ ഗ്രാമങ്ങളിൽ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള സ്വാധീനമാണ് ഈ സീറ്റ് വർധനവിലൂടെ പ്രകടമായിരിക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്ന ഉടൻ തന്നെ കോൺഗ്രസിന് നൽകിയ സീറ്റുകൾ ഇടതു പാർട്ടികൾക്ക് വീതിച്ചു നൽകിയാൽ മതിയായിരുന്നുവെന്ന ചിന്താഗതി തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ള RJD നേതാക്കൾക്ക് പോലും ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. നിതീഷ് കുമാറിന്റെ JDU BJP സഖ്യത്തിൽ ഉണ്ടായിട്ട് പോലും ഏതാനും സീറ്റുകൾ മാത്രമാണ് കൂടുതലായി NDAക്ക് ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.